അലവിയല്ലേ പോണേ ഇങ്ങോട്ട് വാ എങ്ങായി എവിടെ കൊറേ കാലം കണ്ടിട്ട് ഇങ്ങോട്ട് വാജ് വേറെ കാര്യങ്ങളെ കുറിച്ച് കഞ്ഞിയൊക്കെ പിന്നെ കുടിച്ച് അണക്ക് കഞ്ഞി മത്സരം സൂചിപ്പാക്കണേ എന്താണ് കുറച്ചേരം ഇരിക്കില്ല കൊറേ കാലായില്ലേ കണ്ടിട്ട് ചങ്ങായി അതിന്റെ കാര്യം ഊരൊക്കെ അനക്കിപ്പോ ഊരക്കും തണ്ടലിനൊക്കെ പ്രശ്നം ഉണ്ടാവും എന്താ പ്രശ്നം അതിപ്പോ ആക്കി പറഞ്ഞമാരുണ്ട് കേട്ടോ എന്താക്കി പറയുന്നു എന്താക്കി പറയായി രണ്ടു മൂന്നോടത്തല്ല അതിന്റെ കാര്യം പറയണേ കയ്യേ ഇപ്പൊ എന്താ പറയാ എന്താ പറയാ അല്ലാതെ എനിക്ക് സുഖാണ് ഞാന് ഒരു മാസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതിനെങ്ങനെ ഒഴിവിട്ടൊന്ന് പോവുക ഒഴിവിട്ടെന്താ കുടീനെ കുടിയില് കുട്ടികളും പേരക്കുട്ടികളും മക്കളൊക്കെ പാടക്കാ പോകുന്നു ആകെപ്പാടെ പ്രശ്നം ഒറ്റുള്ളിലേക്ക് ഒറ്റുള്ളി ഇതിനിപ്പോ ഞാനൊരൈക്കായില്ല പോലെ പണ്ടേ ഇപ്പൊ വിഷമല്ലല്ലോ മൂന്നോടത്ത് രണ്ടോടത്ത് ഇപ്പൊ എന്റെ കണക്കിലുണ്ട് മൂന്നാമത്തെ ഉണ്ടോന്ന് അറിയില്ല ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് പക്ഷെ എന്താ പറയാ പേടിക്ക് നായായിട്ടും കൂട്ടാൻ വെക്കാൻ മത്തലി പറഞ്ഞ മാതിരി അപ്പൊ എന്റെ ഇപ്പോഴത്തെ ശരി ഞാൻ വരാം പിന്നെ ഒരു തുള്ളി കഞ്ഞിവെള്ളം കുടിച്ചിട്ടെ മാറ്റ വല്ല ഇപ്പൊ അത് കിട്ടുന്നില്ല അറിയില്ല അതില്ലാതെ വളമ്പി കാത്തു കുത്തിരിക്കേക്കാണ് കേട്ടോ പിന്നെ വലൈക്കും അസ്സലാം ഞാൻ വരാം അവനു ഇതെന്താ ഉറങ്ങിയ ഉറക്കം നടിച്ചിക്കാതെ വരിയില്ലേ വേറെ ഭാവിയിൽ കൂട്ടിക്ക പടച്ചവനെ റബ്ബെ ഞാൻ ചവിക്കണം പണ്ടരക്ക് ഏത് വന്നാൽ ഈ മക്ക് പല അറച്ചു കൊണ്ടാണ് മനുഷ്യന് ഒരു തുള്ളി കഞ്ഞെള്ളം കിട്ടാൻ പറ്റില്ല എന്തൊരു പണ്ടരക്കലെ അല്ല എവിടെ കഴിഞ്ഞ് പോവുക എവിടുന്നാ വരുന്നു ഞാൻ ഓങ്ങോട് വരെ പോയതാ പോരണോ കഞ്ഞിടിച്ചിട്ട് പോരാ കഞ്ഞൊന്നും പാടാ പിന്നെ അനക്കിപ്പോ നമ്മളെ കഞ്ഞൊന്നും പറ്റൂലല്ലോ രണ്ടുന്നോർത്ത് ഉണ്ടല്ലോ കഞ്ഞി ഏകട്ടെ അവര് കഞ്ഞി ഉണ്ടാവും രണ്ടുന്നോർത്ത് ഉണ്ടാവുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുമല്ലോ എനക്ക് അത് നടക്കാൻ സഹായിക്കുന്ന കാര്യമുള്ളൂ പക്ഷെ പല ആള് പറഞ്ഞ കാര്യമാണ് ഓക്കെ എന്റെ ഈ പെറ്റിന്റെ വർത്തനെ അറിയൂ അവിടെ ചെല്ല അവിടെ ഇല്ല ഇവിടെ ചെന്ന ഇവിടെ ഇല്ല നീ പൊറ്റിട്ടൊക്കെ പോണത് എന്താ ആവുമായാലും വെച്ചിരിക്കണം തന്നെ ആവും ഇനിയിപ്പോ പണ്ടരക്കിട്ട് ഈ തമ്പുരാട്ടി എവിടുക്ക വയ്ക്കുന്നുണ്ടാവും എപ്പോ നോക്കിയാലും ഓളെ ഇതും മടച്ചു കൊണ്ട തുറക്കല് ഹലോ പിന്നെ ഞങ്ങള് കഞ്ഞി വെച്ചിട്ടില്ലല്ലോ ഞങ്ങള് മൗലൂദിന് വെക്കായിരുന്നേ എന്താ നിങ്ങൾക്ക് 2-3 പേരല്ലേ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കുടിച്ചിട്ടുണ്ടാവും കരുതി ഞാൻ ഇന്നലെ പോലും കെട്ടിക്കണത് ചുരുക്കം പറഞ്ഞപ്പോ എനിക്ക് പിന്നെ എവിടെ തുള്ളി വെള്ളം കിട്ടാൻ പറ്റില്ല അതിലപ്പോ കൊണ്ടോളൂ അതിന്റെ കാര്യം പറയണ്ട വക്കര എന്താ കാര്യം പറയാ ഞാനേ നേരം വെക്കുമ്പോ ഒരു ക്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് പോന്ന പിന്നെ ഇങ്ങനെ ഇപ്പൊ പൈച്ചിട്ട് ഞാൻ പെരീച്ച് നോക്കുമ്പോ പേരിന് ഞാൻ 3 പെണ്ണിട്ടിക്കണം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഒരു പേരിൽ ഒരു തുള്ളി വെള്ളം കിട്ടാൻ പറ്റില്ല അവിടെ ചെന്നാൽ ഒരു കറി ഇവിടെ ഉണ്ടാവും ഇവിടെ ചെന്നാൽ അവിടെ ഉണ്ടാവും അവിടെ ഇവിടെ ചെന്നാൽ ഇപ്പം ഞാൻ കൊണ്ടോട്ട മകളുമല്ല കൊടുത്തോട്ട മകളോ അല്ലാണ്ട് മാറിയപ്പോൾ എന്താ ഇതിനൊക്കെ ഞാൻ പറയാം അപ്പൊ ആർക്കും കഴിഞ്ഞിട്ടില്ല ഓളെ ഒന്നും കിട്ടിയില്ല പിന്നെ എന്തിനെ കഴിച്ചിട്ട് നടക്കണേ വേറെ പല വാദ്യം അല്ലെങ്കിൽ പോരെ ഇതിൽ പോരെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ പോകുന്ന ഒരിക്കലേ നടക്കുള്ളൂ അതിപ്പോ എപ്പോഴും നടക്കൂലല്ലോ ഒന്ന് കേട്ടെ അനക്കിപ്പോ അത് പറഞ്ഞാൽ മതി കെട്ടിയ എനിക്കിപ്പോ കെട്ടിയെടുത്തോളം ഇറങ്ങാറാണ് ഇങ്ങനെ കൂടി കെട്ടിയാൽ എന്നെ മജ്ജത്ത് എടുക്കേണ്ടി വരും നേരെ ഇപ്പൊ 2 മണിയായി എവിടുന്ന പഞ്ഞിട്ട് തുള്ളി കഞ്ഞെല്ലാം കിട്ടും ഹോട്ടലൊക്കെ അടുത്തിട്ടുണ്ടാവും തല ഇനിയിട്ടായി മനുഷ്യൻ ആ കിടങ്ങരായി റബ്ബേ മജ്ജത്തിലാണ് കഞ്ഞിലാണെങ്കിൽ 10 പൈസ അല്ല എന്താ ഇവിടെ വെയിലത്തിരിക്കണേ എന്താ എനിക്ക് 3 പേരുണ്ടായാലും മക്കളും ഉണ്ട് മരണം എന്താ കാര്യമുള്ളത് ഒരു തുള്ളി കഞ്ഞെല്ലാം കിട്ടാൻ പറ്റില്ല പഴിച്ചിട്ടപ്പം ഇരിക്കുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പിന്നെ വാരും തുറക്കണില്ല ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ആളുമില്ല അപ്പുറത്തുള്ളവർ വിരുന്നും വെക്കണം ഒരു തുള്ളി കഞ്ഞെല്ലാം കിട്ടേണ്ട വെച്ചാൽ ആരോടൊപ്പം ഞാൻ പറയാം ഇതെന്നെ കായലിൽ എന്നെ കായ അടിക്കാൻ പൈസ പോയിട്ടില്ലട്ടെ ഇന്ത്യത്ത് ഇപ്പൊ കായം കഴിയൊന്നുമില്ല
നിങ്ങൾ ഈ ചോദിച്ചുമ്പോ അങ്ങനെ ഈ കാലത്തേരാ ഞാൻ എന്താ ഈ കായ മിസ്സിൽ എൻ്റെ അടുത്ത് ആ പോയിക്കോ ഇന്നീ മക്കളൊക്കെ ഒരുപോലെ തന്നെ ഞാൻ ചോദിച്ചുമ്പോഴേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കായില്ലാത്ത ഒക്കെ ഒരു സൈസ് തന്നെയാണ് ഞാൻ പട്ടിണി നടന്നോളാം എന്തൊക്കെയാണ് പഠിക്കണു ഒന്നുമല്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഞായറാഴ്ചയല്ലേ വലിയ തിരക്കൂല ഇങ്ങനെ ഇങ്ങനെ നിൽക്കപ്പോ ഓരോന്ന് പറഞ്ഞു കുത്തിരിക്ക. കായകൾ 100 രൂപ അടിക്കണേ പൈസ അല്ല ഞാൻ കയ്യിലൊന്നും എടുത്തിട്ടില്ല. ഗൂഗിൾ പേ ഉണ്ടോ? അല്ലെങ്കിൽ മനുഷ്യൻ കുടുങ്ങിയിട്ട് 100 രൂപ അയാൾ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഗൂഗിൾ പേ ഉണ്ടാവും. പിന്നെ എൻ്റെ ഫോണിലല്ല എൻ്റെ ഗൂഗിൾ പേ ഏതാ വടുക്കാക്ക അയാള് 3-4 പെണ്ണും കെട്ടിയിട്ട് ജില്ലയിലൊക്കെ കയറി കല്യാണം കഴിച്ചു മറ്റുള്ള പേരിൽ എഴുതി കൊടുത്ത് ഇപ്പൊ നട്ടസൂന്യം പിടിച്ചിട്ട് നടക്കുക. അപ്പൊ 100 രൂപ കൊടുക്കാല്ല. അപ്പൊ നമ്മളെ നേരെ നമ്മളെ കൊടുക്കണ്ട 100 രൂപ. അയാളെ പെണ്ണുങ്ങളെ ആങ്ങളാരാണല്ലോ ഇപ്പൊ നമ്മളുണ്ടാവും. അപ്പൊ പിരാന്ത മൂപ്പരിക്ക ജബ്ബക്കാതെ കൊടുത്ത് അല്ല കാശിന്റെ വിഷയം വരുമ്പോ എല്ലാവർക്കും പിരാന്തന്റെ കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ ലേസം ഇവിടുന്ന് കുടിച്ചോ. എന്താ കണ്ണുമൂതൊക്കെ വല്ലാതെ വാടിക്കുന്ന ലജ്ജിപ്പോ എവിടെ കൂടുതലാവോ. ഞാൻ ആ വെയിലത്തിന് പോന്നപ്പോഴേ ഭയങ്കര വെയിലാണ് ഇന്ന്. ഒന്നുമില്ലാത്തൊരു വെയിൽ. അപ്പോൾ ഒരു ഭയങ്കര ക്ഷീണം. കഞ്ഞിയൊന്നും വേണ്ട. കഞ്ഞിയുടെ വിഷയമല്ല. കഞ്ഞി ഇപ്പോൾ അവിടുന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ കുടിച്ചാൽ ഇവിടുന്ന് അല്ലെങ്കിൽ അവിടുന്ന് കുടിച്ചാൽ ഇവിടുന്നൊക്കെ കുടിച്ചാൽ അതല്ലേ വിഷയം. എനിക്കൊരു മനസ്സമാധാനം ഒരു സ്വസ്ഥതല്ല എങ്ങായി ആകെ ഇടങ്ങേറായി. അനക്കെന്തപ്പോ ഇത് തുടങ്ങാറില്ലാലും നമ്മളെ പറച്ചിൽ കേൾക്കുന്ന കണക്ക് നല്ല സുഖമാണ്. കുഴപ്പമില്ല, എവിടെ പോയാലും ചെലവും കാര്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിപ്പോൾ കാണിക്കാർക്കും കേൾക്കണവർക്കൊക്കെ നല്ല സുഖമാണ്. 2-3 പെണ്ണുങ്ങളും അതിൽ കുട്ടികളും മക്കളും ആകെ കസ ജഗ പുകയാണ്. പറഞ്ഞിട്ട് നല്ല കാര്യമാണ്. നമുക്കൊരു അനുഭവം വേണ്ടേ. ചെറുക്കന്മാരൊക്കെ ഓലന്മാർ പറഞ്ഞ ഭാഗത്ത് കൂടെ. പിന്നെ ഇപ്പോൾ കെട്ടിയവളാണ് ഓളിപ്പോൾ ചെറുപ്പക്കാഴ്ചയായിട്ട് ഓളെ മേക്കപ്പിന് തന്നെ ഒരു സംഖ്യ വേണം. അതിനിപ്പോൾ എന്നെ കൊണ്ട് കഞ്ഞിയുടെ പൊന്നാരൊക്കെ അതിനിപ്പോൾ തെറ്റിങ്ങാണ്ട് ഓളോടെ പോയിരിക്കുക. എനിക്കൊരു തുള്ളി കഞ്ഞിവെള്ളം കിട്ടുക. പൊന്നാരം മണി എന്നോട് പറഞ്ഞുതരാം. കജ്ജി കായുണ്ടോ, മക്കളും ഉണ്ടാവും, പേരക്കുട്ടികളും ഉണ്ടാവും, പെണ്ണുങ്ങളും ഉണ്ടാവും, എല്ലാ ആൾക്കാരും ഉണ്ടാവും. ഒന്നുമില്ലേ ഓനും എൻ്റെ റബ്ബ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലെ പണക്ക് കേൾക്കണ്ടുള്ളൂ. എൻ്റെ സ്ഥിതി അങ്ങനെയാണ് ഇപ്പോൾ. അതാണ് ഞാൻ ഇപ്പം എന്താ പറഞ്ഞോട് പറയുന്നത്. മണിയോ ഞാൻ പോകാം. ഭാഗത്ത് പോകും. അത് സാരമില്ല, നിങ്ങൾ പോയിക്കോളെ. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ ക്ലിയർ ആവുന്ന ശരി. ആ ഒരു വിചാരിക്കാം. ഞാൻ ഇത് വേണം. ഞാൻ വ്യത്യാസം